ഇന്നത്തെ അല്പസമയം മുൻപ് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലാണ് നമ്മൾ വിശദമായി തന്നെ നിൽക്കുന്നത്. വേടൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പിടിയിലായിരിക്കുന്നു. കഞ്ചാവുമായാണ് ഫ്ളാറ്റിൽ നിന്ന് പോലീസ് പിടികൂടിയത് എന്നതാണ്. നമുക്കൊപ്പം അതിഥിയുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ, സംഗീത സംവിധായകൻ ശ്രീ അൽഫോൺസ് ജോസഫ്. ശ്രീ അൽഫോൺസ്, ഗുഡ് ഈവനിങ്. നമ്മൾ അത്ര നല്ലൊരു സായാഹ്നത്തിലല്ല നമ്മൾ ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളൊന്നും നല്ല വാർത്തകളല്ല, കേൾക്കാൻ സുഖമുള്ള വാർത്തകളല്ല. നടന്മാരെ കുറിച്ച് കേൾക്കുന്നു, സംവിധായകരെ കുറിച്ച് കേൾക്കുന്നു. അതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ സൂപ്പർ ഹിറ്റ് താരങ്ങളും അല്ലെങ്കിൽ അത്തരം സിനിമകളൊക്കെ സമ്മാനിച്ച സംവിധായകരും ഒക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിലായി വേടന്റെ വാർത്ത വരികയാണ്. വേടനൊക്കെ നിരീക്ഷണത്തിലായിരുന്നു പോലീസിന്റെയും എക്സൈസിന്റെയും എന്ന് പറയുമ്പോഴും ഒട്ടേറെ യുവാക്കളുണ്ട്, യുവതയുണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ. അദ്ദേഹം പറയുന്നതും പാടുന്നതും കേൾക്കാനായി എത്തുന്ന പതിനായിരക്കണക്കിനായ ആളുകളുണ്ട്. ഓരോ പരിപാടിയിലും ഒഴുകിയെത്തുന്ന ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസ് ബുദ്ധിമുട്ടുന്ന വാർത്ത നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം നിശാഗന്ധിയിൽ നടന്നൊരു പരിപാടി, ഒട്ടേറെ പേർ അവിടെയും ഇവിടെയും എല്ലാം തിങ്ങി നിറഞ്ഞ് അവസാനം പരിപാടി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു എന്നതായിരുന്നു റിപ്പോർട്ട്. അത്തരത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നൊരു സ്ഥലമാണ്, കേൾക്കാനും ഒക്കെ എത്തുന്ന ഒരു ആൾ കൂടിയാണ് വേടൻ. ആ വേടന്റെ ഒരു കാര്യം താങ്കൾ വേടനെ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഇതെല്ലാം കാണുമ്പോൾ? തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സിലെ സോങ് ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സോങ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദവുമാണ്, ഇഷ്ടമുള്ള പാട്ടുമാണ്. ആൻഡ് പെർഫോമിങ് രീതിയിലെല്ലാം വളരെയധികം കഴിവുള്ള ഒരാളാണ്. പിന്നെ വളരെ ദൗർഭാഗ്യകരമായിട്ട് ഞാൻ കാണുകയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കലാമേഖലയിൽ വളരെയധികം കഴിവുള്ള ഒത്തിരി പേര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അത് ഒരു അംഗീകാരത്തിന്റെ ഇതാണോ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻ ദ സെൻസ് ഈ കലാകാരന്മാരുടെ ഇടയിലുള്ള ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അതിനു വേണ്ടിയുള്ളൊരു ഭാഗമായിട്ട് വന്നു പെടുന്നതാണോ എനിക്കറിയത്തില്ല. പക്ഷെ അതൊരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അല്ല, ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ആഫ്രോ അമേരിക്കൻ ഒരു സംഗീതധാരയിലൊക്കെ അതൊക്കെ മുൻപേ ഉള്ളതാണ്. ചില വിഷയങ്ങൾ അവർ അവിടെയും പറയുന്നു, പ്രത്യേകിച്ച് വംശീയതയ്ക്കെതിരെയൊക്കെ പറയുന്ന ബോബ് മെർലിൻ്റെയൊക്കെ നമുക്കൊക്കെ ആ ഒരു രൂപവും അദ്ദേഹത്തെയൊക്കെയാണ് നമുക്ക് ഏറ്റവും പരിചിതമായി. എനിക്കൊക്കെ പ്രത്യേകിച്ച് ആ പേര്, അതിനപ്പുറത്തേക്കൊന്നും പിന്നീട് എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, കൂടുതലും പരമ്പരാഗത സംഗീതമൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ ഈ കുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ അവരൊന്നും അങ്ങനെയല്ല. നമുക്ക് പലപ്പോഴും തോന്നും ഇവർക്ക് രാഷ്ട്രീയം അറിയില്ല, ഇവർക്ക് നിലവിൽ സാഹചര്യങ്ങളെക്കുറിച്ച് കാര്യമായ അവബോധമില്ല എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ വേടൻ തന്നെ പറയുന്ന രാഷ്ട്രീയമുണ്ട്, ഒട്ടേറെയുണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾ. അപ്പോൾ ഇതൊക്കെ കേൾക്കാനായി എത്ര പേരാണോ എത്തുന്നത് എന്നുള്ളത്, അപ്പോൾ ആ ഒരു അവർ കൊടുക്കുന്നൊരു ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് എന്നുള്ളതിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ലഹരിക്കെതിരെ പറയുകയാണ്. അതായത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന 10 പേരിൽ 2 പേര് മരിച്ചു പോകും, അത് ചെകുത്താനാണ്, ഒഴിവാക്കണം, ദയവ് ചെയ്ത് പ്ലീസ്. നമ്മുടെ അപ്പനും അമ്മയും കിടന്ന് കരയുവാണ്, ഞാൻ നിങ്ങളുടെ ചേട്ടനല്ലേ, അനിയന്മാരോടും അനിയത്തിമാരോടും പറയേണ്ട കടമയുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അതായത് ഇത് ഉപേക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വലിയ കരഘോഷത്തോടെ അത് സ്വീകരിക്കുന്ന ഒരു ഓഡിയൻസിനെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വേടൻ ഇതാണോ എന്നുള്ളത് അതെങ്ങനെയാകും ഈ നമ്മുടെ യുവതലമുറ സ്വീകരിക്കുക എന്നറിയില്ല. ശ്രീ അൽഫോൺസ്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്കും എന്താ പറയാ, നമ്മുടെ ജീവിതത്തില് പ്രാക്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങള് നമ്മൾ പറയുമ്പോഴാണ് അതിനൊരു എന്താ പറയാ ഒരു ഇഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് പൊതു വേദിയില് മറ്റുള്ളവര് തിരിച്ചറിയുന്ന രീതിയിൽ മീഡിയയില് ഫേമസ് ആയിട്ടുള്ള പല ആളുകളും അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല നന്മകളും സംഭവിക്കാറുണ്ട്, പല നന്മകളും സംഭവിക്കാൻ സാധിക്കും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വിപരീത അനുഭവങ്ങൾ ഉണ്ടാകാം. എനിക്കറിയത്തില്ല വേടന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ അറിഞ്ഞതായിട്ടുള്ളൂ. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയോ ഏത് രീതിയിലാണ് അദ്ദേഹം ആ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനും അങ്ങനെ ഒരാളും വന്ന് പെടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എസ്പെഷ്യലി ഞാനും പല യുവജനങ്ങളുടെ ഇടയിലും അവരുടെ ഒരു
നല്ല രീതിയിലുള്ള മുന്നോട്ട് ജീവിക്കാനുള്ള പല ഇൻസ്പിറേഷണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അത്തരത്തിലുള്ള പല മൂവ്മെന്റിൽ ഞാൻ കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അനുഭവങ്ങള് അത് മറ്റുള്ളവർക്കൊരു ദുർമാതൃക ആകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ ഈ നിമിഷം ചിന്തിക്കുകയാണ്. ഒപ്പം തന്നെ ഭയവും ഉണ്ട്. എനിക്കും ഉണ്ട്. +2 കഴിഞ്ഞ് ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന മകനുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോ ദിവസം പല ന്യൂസുകൾ കേൾക്കുമ്പോഴത്തേക്കും ഇൻ ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും കുട്ടികൾക്ക് ചെന്നുപെടാൻ ഇതൊരു കാരണമാകരുത്, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഈ തരത്തിലുള്ള ഉണ്ടല്ലോ എന്ന് പറയാൻ ഇടവരരുത് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഇത്തരത്തിലൊരു യാതൊരു രീതിയിലുള്ള മേഖലയിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ദുർമാതൃക ആകത്തില്ല എന്ന് തീരുമാനമെടുക്കുകയും ഇനി ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള പോകരുത് എന്ന ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം നമ്മൾ പല രീതിയിലുള്ള വ്യക്തികളായിട്ട് ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള നമ്മൾ ആരും തന്നെ ഈ ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഒരിക്കലും ഒരു ചീത്തയാകണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവരല്ല. പല സാഹചര്യങ്ങളുണ്ടാകാം, പല ഇൻഫ്ലുവൻസുകൾ ഉണ്ടാകാം. അപ്പൊ അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ റീസെന്റ് ഞാനൊരു 12 സിനിമയിലെ ഒരു പാട്ട് ചെയ്തിരുന്നു. ഒരു സ്റ്റണ്ട് സോങ് സീക്വൻസ് ആണ്. അതിന്റെ ഉള്ളിൽ ഒരു സ്റ്റണ്ട് നടക്കുന്ന രീതിയിൽ ഒരു ബാറിനകത്ത് നടക്കുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ അതിനകത്തൊരു ഹിപ്പ് ഹോപ്പ് രീതിയിലുള്ള ഒരു സോങ് ആണ് കമ്പോസ് ചെയ്തത്. അപ്പൊ ഈ പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, താങ്കൾ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, എനിക്ക് ഈ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ആ മ്യൂസിക് മനസ്സിലാക്കിയാൽ മാത്രം മതി, അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ട്യൂണ് കൊടുക്കാൻ പറ്റും. അപ്പം അവര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഇതൊന്നും ഉപയോഗിക്കാതെ താങ്കൾ എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത്? അപ്പം ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ പരക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലേ ഉള്ളൂ ഇത്തരത്തിലുള്ള മ്യൂസിക് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കൂടുതൽ ക്രിയേറ്റീവ് ആവാനും സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ എങ്ങനെയോ പലരുടെയും ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ. അതെ, ശ്രീ അൽഫോൺസ്, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ തുടരണം നമുക്കൊപ്പം.